ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ സ്നേഹം നാം അറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ തകർത്ത് കളയുമ്പോൾ ദൈവം ഈ ലോകത്തെ മുഴുവനും സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം നമ്മുടെ പാപത്തെ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്താണ് സ്നേഹം? തിരുവചനം പറയുന്നു, യേശു നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുത്തു. ഈ ഭൂമിയിലെങ്ങും നമ്മുടെ ചുറ്റിൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം നാം അറിഞ്ഞാൽ, ഈ സ്നേഹത്തോട് പ്രതികരിച്ചാൽ ദൈവം നമുക്ക് നൽകുന്നത് പാപമോചനമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെ പാപിയായ മനുഷ്യന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇന്ന് പകൽ നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, പാപത്തിൻ്റെ ശമ്പളമായ മരണം, നാം മരിക്കേണ്ടതിന് പകരമായി യേശു കർത്താവ് മരിക്കുമ്പോൾ നമ്മുടെ മരണം നീങ്ങുകയാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണം അത് ക്രിസ്തുവിൽ നിറവേറിയിരിക്കുമ്പോൾ നാം മരണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ സ്നേഹത്തോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് പാപമോചനവും നിത്യജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറമുള്ള ജീവിതം അതെവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം നമുക്ക് വേണ്ടി കരുതി. ദൈവം നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ സുവിശേഷം പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഇതറിയാതെ പോയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നാളെ പകൽ നമുക്കുള്ളതല്ല. ഇന്ന് പകൽ പ്രതികരിക്കുക. നിനക്ക് വേണ്ടി ഒരു രക്ഷകനെ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളൂ. നിന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ഒരുവനെ നീ മരിക്കേണ്ടതിന് പകരമായി മരിച്ചിട്ടുള്ളൂ. പാപത്തെയും മരണത്തെയും ജയിച്ച് നിനക്ക് പാപമോചനവും നിത്യജീവനം നൽകാൻ ഒരുവൻ മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.